അതിയായ സന്തോഷം പകരുന്ന ഒരു സായാഹ്നമാണിത്. കാരണം വയനാട് തുരങ്കപാത നിർമ്മാണം ആരംഭിക്കുന്നു എന്നുള്ളത് തന്നെ. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ കാര്യങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു പ്രധാന പരിപാടിയായി ഈ തുരങ്കപാത നേരത്തെ തന്നെ പ്രഖ്യാപിക്കപ്പെട്ടതാണ്. 2016 അധികാരത്തിൽ വന്ന LDF സർക്കാരിൻ്റെ തുടർച്ചയായി 2021 LDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 900 വാഗ്ദാനങ്ങളാണ് പ്രകടന പത്രികയിലൂടെ ജനങ്ങളുടെ മുന്നിൽ വെച്ചിരുന്നത്. അതിൽ 33ാമത്തെ ഇനം റോഡ് വികസന പദ്ധതികളായിരുന്നു. ആ കൂട്ടത്തിൽ വയനാട് തുരങ്കപാതയും ഒരു വാഗ്ദാനമായി മുന്നോട്ട് വെച്ചിരുന്നു. പല വാഗ്ദാനങ്ങളും കേട്ടുപരിചയമുള്ള നമ്മുടെ സംസ്ഥാനത്തിന് ജനങ്ങൾക്ക് 2016 ശേഷം നൽകുന്ന വാഗ്ദാനങ്ങൾ നടപ്പാക്കപ്പെടും എന്ന ശുഭപ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ സുദിനം, ആ വാഗ്ദാനം നടപ്പാക്കപ്പെടുന്നതിന് തുടക്കം കുറിക്കുന്ന സുദിനമാണ് ഇന്ന്. ഇവിടെ ആദ്യമായും എല്ലാവരുടെയും അനുമതിയോടെ ആനക്കാമ്പൊയിൽ കള്ളാടി മേപ്പാടി ഇരട്ട തുരങ്കപാതയുടെ ഔപചാരികമായ നിർമ്മാണ ഉദ്ഘാടനം നിറഞ്ഞ സന്തോഷത്തോടെ നിർവഹിച്ചതായി പ്രഖ്യാപിക്കട്ടെ. ഈ തുരങ്കപാത പൂർത്തിയാകുമ്പോൾ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ തുരങ്കപാതയാകും ഇത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ദൈർഘ്യമുള്ള 3ാമത്തെ തുരങ്കപാതയാകും ഇത്. ഇത് യാഥാർത്ഥ്യമാകുമ്പോൾ ഇവിടെ പ്രസ്താവിച്ചതുപോലെ താമരശ്ശേരി ചുരം വഴിയുള്ള ഗതാഗത പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമാകും. ഒരു പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം എന്നതിലുപരി കേരളത്തിൻ്റെ, വിശേഷിച്ച് മലബാറിൻ്റെ വ്യാപാര, വാണിജ്യ, ടൂറിസം മേഖലകൾക്ക് ഈ പദ്ധതി പുതിയ കുതിപ്പ് നൽകും. അതോടൊപ്പം തന്നെ വയനാട് ജനതയുടെ ദീർഘകാല സ്വപ്നത്തിൻ്റെ സാഫല്യം കൂടിയായി ഇത് മാറുകയാണ്.